എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ പ്രതിപാദിക്കുന്ന രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് രാജയോഗ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ തലയ്ക്ക് മുകളിൽ ഭാഗ്യമായി ശുക്രൻ ഉദിക്കുന്നു. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ശുക്രൻ. സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാരകൻ എന്നാണ് ശുക്രനെ വിശേഷിപ്പിക്കുന്നത്. അസുരഗുരുവാണെങ്കിലും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ ശുക്രന് സാധിക്കും. അതിനാലാണ് നല്ല കാര്യം നടക്കുമ്പോൾ ശുക്രൻ ഉദിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോഴിതാ ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ സവിശേഷമായ ഒരു രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ്. നിലവിൽ മിഥുനം രാശിയിലുള്ള ശുക്രൻ ആഗസ്റ്റ് 21-ന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കും. ഇതിലൂടെ ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ്. ഈ ഒരു രാജയോഗം മൂലം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരും ഓം നമ ശിവായ എന്നൊന്ന് കമന്റ് രേഖപ്പെടുത്തണേ. ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. മിഥുനം രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം. തുലാം രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം. വൃശ്ചികം രാശിയിലുള്ള വിശാഖം, മനിരം, തൃക്കേട്ട. ഈ യോഗത്തിന്റെ ഫലം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നതിൽ സംശയം വേണ്ട. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.